നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെൻഡർ സ്കൂൾ സൊസൈറ്റി എന്ന് ബിഎഡ് ഫസ്റ്റ് സെമസ്റ്ററിന്റെ സെക്കൻഡ്. ഇത് നമുക്ക് എക്സാം തലേദിവസം നമ്മൾ പഠിക്കേണ്ട രീതിയിലാണ് ഞാനിത് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. കാരണം വളരെ വളരെ വലിയ ചാപ്റ്റർ, വളരെ കുറച്ച് പോയിന്റ് നമുക്ക് എക്സാം തലേദിവസം എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും. രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോയിന്റുകൾ സിലബസ് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ ഇഷ്യൂസ് സ്കൂളിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന സാധനങ്ങൾ ഡിസ്ക്രിമിനേഷൻ, സ്കൂൾ റിഫ്ലക്ട് പ്രാക്ടീസ് ഇൻ സൊസൈറ്റി, ജെൻഡർ ബയാസ്, ദാറ്റ് ഈസ് സോഷ്യൽ കൺസ്ട്രക്ടർ, ജെൻഡർ ഇഷ്യൂസ് ഇൻ സ്കൂൾസ്. ഇവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഗേൾസ് ഇൻ ക്ലാസ് റൂംസ് ആണ് ഇതിനകത്തുള്ള പ്രധാന ഇഷ്യൂസ്. പെൺകുട്ടികളുടെ ക്ലാസ് റൂമിലെ വിവേചനം, അതുപോലെ തന്നെ സൊസൈറ്റിയിലെ പ്രാക്ടീസസ് സ്കൂളിൽ റിഫ്ലക്ട് ചെയ്യും, അതുകൊണ്ട് മറ്റൊരു പ്രശ്നമാണ്. അതുപോലെ ജെൻഡർ ബയാസ്, ലിംഗപക്ഷപാതം സാമൂഹികമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ്, അത് സ്കൂളിലേക്ക് എത്തുകയാണ്. സമൂഹത്തിൽ ഒരു കുട്ടി 4 വയസ്സോ 5 വയസ്സോ ഒരു സമൂഹത്തിനാണ് ജീവിക്കുന്നത്, ഫാമിലിയിലാണ് ജീവിക്കുന്നത്. അവിടെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു ജെൻഡർ പക്ഷപാതമുണ്ട്, ജെൻഡർ ചായവുണ്ട്, ലിംഗഭേദമുണ്ട്. അവയെ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ സ്കൂളിൽ തന്നെ ഒരു ജെൻഡർ സെറ്റിങ്സ് ഉള്ള പ്രശ്നം ഉള്ള കാര്യങ്ങളാണ് ജെൻഡർ സ്കൂളിൽ. പ്രധാനപ്പെട്ട സ്ത്രീകൾ, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ലോവർ മിഡിൽ ക്ലാസ് ഉള്ള വുമൻസ് ആണ് കൂടുതലായിട്ടും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്. വളരെ ക്ലേശിയായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അബോർഷൻ, ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, ഡോവറി, ഡൊമസ്റ്റിക് വയലൻസ്, ചൈൽഡ് മാരേജ്, ഡിസ്പാരിറ്റീസ് എഡ്യൂക്കേഷൻ, പുവർ ന്യൂട്രീഷൻ, സെക്ഷൽ അട്രോസിറ്റീസ്, സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഫാമിലി, സൊസൈറ്റി, മിലിറ്ററി, പ്രോപ്പർട്ടി റൈറ്റ്. ഇത്തരം ക്ലേശിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് മുഴുവൻ സഫർ ചെയ്യുന്നത്. മിഡിൽ ക്ലാസ്സിനകത്ത് തന്നെയുള്ള ലോവർ മിഡിൽ ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്നതാണ് പറഞ്ഞു നിൽക്കുന്നത്. അല്ലെങ്കിൽ ടോപ്പ് ക്ലാസ്സിനും ലോവർ ക്ലാസ്സിനും പ്രശ്നം ഇല്ല എന്നല്ല, ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന വിഭാഗം ഈ പറഞ്ഞ ലോവർ മിഡിൽ ക്ലാസ് എക്സ്പീരിയൻസ് ബീങ് ഗേൾ. അപ്പോൾ ഒരു പെൺകുട്ടി ആയിരിക്കുക അല്ലെങ്കിൽ ആൺകുട്ടി ആയിരിക്കുക എന്നുള്ളതിന്റെ അനുഭവം എന്നാണ് നമ്മുടെ സംസ്കാരം. ചിൽഡ്രൻ ആർ ഫോഴ്സ്ഫുള്ളി നല്ല കുട്ടികളെ നമ്മൾ വാർത്തെടുക്കുകയാണ്, അവരെ നമ്മളാണ് വാർത്തെടുക്കുക, അല്ലെങ്കിൽ സൊസൈറ്റിയാണ് വാർത്തെടുക്കുന്നത്. അതാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതാണ് ഗുരുതരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കി മാറ്റുന്നത്. കൂടുതൽ പ്രഷർ ചെലുത്തപ്പെടുന്നത് അനുഭവിക്കുന്നത് ഒരു ജെൻഡറാണ്. ആ ജെൻഡറാണ് ഒരു പെൺകുട്ടി എന്ന നിലയിലാണ് ഏറ്റവും പ്രഷർ സൊസൈറ്റി അനുഭവിക്കുന്നത്, സൊസൈറ്റി കൊടുക്കുന്നത്. നീ ഇങ്ങനെയായിരിക്കണം, നീ സൊസൈറ്റിയുടെ ചില റോളുകൾ കാണും, അതനുസരിച്ച് നീ ചെയ്യണം. ഈ ഫെമിനൻ റോളുകളാണ് ചെയ്യുന്നത്. ഫെമിനൻ റോളുകൾ കൂടുതലും സബോർഡിനേഷൻ റോളുകൾ, കൂടുതലും അടിച്ചമർത്തപ്പെടുന്ന ചില റോളുകളൊക്കെയാണ്. മാസ്കുലിൻ റോളുകൾ കൂടുതലും ആൺകുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് അവരെ മോൾഡ് ചെയ്യും. അങ്ങനെ ഒരു ആൺകുട്ടിയായിരിക്കുക പെൺകുട്ടിയായിരിക്കുക എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ, അത് അസന്തുലിതമായ വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം. വിദ്യാഭ്യാസത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കുട്ടികൾക്കും 6 തൊട്ട് 14 കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ജെൻഡർ ഇനീക്വാലിറ്റി രീതിയിലാണ്, അതായത് ലിംഗ അസമത്വം ഉണ്ട് വിദ്യാഭ്യാസം കിട്ടുന്നതിൽ. പെൺകുട്ടികൾക്ക് കുറച്ച് കുറവ് വിദ്യാഭ്യാസം ലഭിക്കുന്ന കാര്യത്തിൽ. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ സ്കൂളിൽ തന്നെ ഫാമിലി ചിന്തിക്കുമ്പോൾ പെൺകുട്ടി വഴി ഇതൊക്കെ ആൺകുട്ടി അത് പോകട്ടെ എന്ന് ചെയ്യേണ്ടി വരുന്നത് പല കാരണങ്ങൾക്കുണ്ട്. ഒന്ന് ലൊക്കേഷനാണ്, കുട്ടിക്ക് സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന ദൂരം കൂടുതലാണെങ്കിൽ പെൺകുട്ടി പോകണം, ആൺകുട്ടി പോയാലും. ദാരിദ്ര്യത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം കൊണ്ട ഒരു വീട്ടില് ആൺകുട്ടിയേക്കാണ് കൂടുതൽ പ്രാമാണ്യം കിട്ടുക സ്കൂളിൽ പോകാൻ. ഈ കുട്ടി അവളൊക്കെ പോയില്ലെങ്കിലും കുഴപ്പമില്ല, അവളെ കിട്ടിയിട്ടുണ്ടോ അല്ലേന്ന് വിളിച്ചു. അതുപോലെ സോഷ്യലി ഡിഫൻഡഡ് ഗ്രൂപ്പ്സ്, കാസ്റ്റ് വൈസ് ആയിട്ട് ചെറിയ ഡിഫൻഡഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലാണ് പെൺകുട്ടികൾക്ക് ആക്സസിബിലിറ്റി കുറവാണ്. അതുപോലെ തന്നെ എന്താണ് FGI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ്. ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് ചില ഹൗസ് ഹോൾഡുകളൊക്കെ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് ആയിട്ട് പെൺകുട്ടികൾ വരികയാണെങ്കിൽ അവർ പോകണ്ടെന്നാണ് അടുത്ത് വരും. അതുപോലെ മാൽന്യൂട്രീഷൻ, ഹെൽത്ത്, അതുപോലെ തന്നെ ക്വാളിറ്റി പ്രൊവിഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ കുറവാണെങ്കിൽ സ്കൂളിൽ ജെൻഡർ ഫ്രണ്ട്ലി അല്ല എന്നുണ്ടെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാന്നുണ്ടെങ്കിൽ ഗേൾസിനോട് പോവുകയേ വേണ്ടതാണ് സ്കൂളിൽ. അത്രയ്ക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോവുകയേ വേണ്ടാണ് അടുത്ത് പറഞ്ഞു. അങ്ങനെ അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ. അതുപോലെ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ലിംഗസ്വത്വം മനസ്സിലാക്കുക. ഒരു വ്യക്തി ജെൻഡർ ഐഡന്റിറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്
അയാളുടെ പേഴ്സണൽ കൺസെപ്ഷൻ ഓഫ് വൺ സെൽഫ് ആസ് എ മെയിൽ ഓഫ് ഫെമിൻ. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അല്ലെങ്കിൽ ആ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള ആ വ്യക്തിയുടെ സ്വയമുള്ള ബോധമാണ് ഈ ജെൻഡർ ഐഡന്റിറ്റി. അപ്പൊ അതിന്റെ പേഴ്സണാലിറ്റി, സെൻസ് ഓഫ് ബോഡി ഒക്കെ തന്നെ ജെൻഡർ ഐഡന്റിറ്റി വരും. ഈ ജെൻഡർ ഐഡന്റിറ്റി സ്കൂൾ തമ്മിലുള്ള ബന്ധം എന്താണ്? സ്കൂളിനാണ് സ്പെഷ്യൽ റോൾ ഉള്ളത് ഈ ഐഡന്റിറ്റി. ഞാൻ പറഞ്ഞു ജെൻഡർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബയോളജിക്കൽ ടേം അല്ല, അത് കുറെ കൂടി ഒരു സോഷ്യൽ ടേമാണ്. അപ്പൊ റോളാണ്, സോഷ്യൽ ജെൻഡർ റോളുകളാണ് ഇവിടെ തീരുമാനിക്കുന്നത്. ജെൻഡർ റോളുകൾ വെച്ചിട്ടാണ് അവരുടെ ജെൻഡർ ഐഡന്റിറ്റി അവർ തീരുമാനിക്കുന്നത്. ജെൻഡർ understanding concept of gender, learning gender role, identifying with parents, gender preference formation. സ്കൂളിൽ നിന്നാണ് ഇതെല്ലാം രൂപപ്പെടുന്നത്. ജെൻഡർ ഫോർമേഷനും ജെൻഡർ ഐഡന്റിറ്റി, പേരൻസ് ആയിട്ടുള്ള ബന്ധം, എന്തൊക്കെ പ്രിഫറൻസുകൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആൻഡ് പിയേഴ്സ് ഹാവ് റോൾ ഇൻ ജെൻഡർ ഐഡന്റിറ്റി. ഇന്നാണ് എൻ്റെ റോള്, ഇന്നതാണ് എൻ്റെ റോള് എന്നുള്ള രീതിയിൽ സഹപാഠികളുടെ നിന്നും ടീച്ചേഴ്സിനിടയിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്കുകൾ ഇതെല്ലാം തന്നെ വെച്ചിട്ടാണ് അതിനവന്റെ ജെൻഡർ ഐഡന്റിറ്റി തീരുമാനിക്കുന്നത്. ചിൽഡ്രൻ ഇന്റേണലൈസ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ആണ് പ്രൊജക്ട്സ്. ഒരു കുട്ടി സ്വയം അവൻ സ്വാംശീകരിക്കുകയാണ് അവന്റെ ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി ചെയ്യേണ്ട റോൾ, പെൺകുട്ടി ചെയ്യേണ്ട റോൾ എന്ന് സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവനായിരിക്കുന്ന ആ ഒരു പ്ലേസിൽ ലഭിക്കുന്ന ഒരു ലേണിംഗ് ഉണ്ട്. ആ ലേണിംഗ് ആണ് അവന്റെ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. അത് മുൻവിധിയിലേക്ക് പോകും. ക്രോസ് ജെൻഡർ ഇന്ററാക്ഷൻ ആൻഡ് സോഷ്യൽ നോംസ്, സമൂഹം ചില കാര്യങ്ങളിൽ ആൺകുട്ടി പെൺകുട്ടി മിങ്കിൾ ചെയ്യുന്നതിനെ പറ്റിയുള്ള ചില ടാബൂസ്, ഇതൊക്കെ വന്നിട്ടാണ് അവന്റെ ജെൻഡർ ഐഡന്റിറ്റിയെ അവൻ തീരുമാനിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ ക്ലാസ് ആൻഡ് സ്കൂൾസ്. അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും റോളുകൾ, ചുമതലകൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ വിതരണം ചെയ്യുമ്പോൾ അവരുടെ ഒരു ജെൻഡർ സ്പെസിഫിക് ആയി മാറുന്നുണ്ട്. ഗേൾസിനും ബോയ്സിനും രണ്ട് തരത്തിലുള്ള റോൾസ് കൊടുക്കുകയാണ്. ഗേൾസിന് ക്ലീനിങ് ആക്ടിവിറ്റീസ് ചെയ്യുക, എസ്തെറ്റിക് ആക്ടിവിറ്റീസ് ചെയ്യുക, ചില കൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യുക. എന്നാൽ ബോയ്സിനെ സംബന്ധിച്ച് ഫിസിക്കലായിട്ടും ഹൈലി സ്റ്റാറ്റസ് ആയിട്ടുള്ള ചില ആക്ടിവിറ്റികൾ കൊടുക്കുക. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടീസും കൊടുക്കുക വഴി സ്കൂളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ജെൻഡർ ഇനീക്വാലിറ്റി കൊണ്ടുവരിക, ജെൻഡർ റോളിന് സ്റ്റീരിയോടൈപ്പ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എൻഷുവർ നോ ജെൻഡർ ഡിഫറൻസിയേഷൻ ഇൻ റോൾസ് ടു അവോയ്ഡ് ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ്. ജെൻഡർ പ്രെജുഡിസസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഉള്ള ഒരു ജെൻഡർ ഡിഫറൻസിയേഷൻ ടാസ്ക് അസൈൻമെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ചൈൽഡ് റൈറ്റ് വയലേഷൻ, ട്രാഫിക്കിംഗ്, ഈ കുട്ടികളെ കടത്തിക്കൊണ്ട് പോകുക, അതുപോലെ തന്നെ ലൈംഗിക അതിക്രമങ്ങൾ, ചൈൽഡ് ലേബർ, ഇതൊക്കെ കുട്ടികൾക്കെതിരെയുള്ള കുട്ടികളുടെ അവകാശ നിഷേധമാണ്. ജെൻഡർ ഇനീക്വാലിറ്റി, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് വുമൻ ബേസ്ഡ് ഓൺ ദർ സെക്സ്. ഒരു വ്യക്തിയുടെ ബയോളജിക്കൽ സെക്സിനെ എടുത്താൽ ഒരു പെൺകുട്ടിക്കെതിരെ എന്തെങ്കിലും വിവേചനം നടത്തുകയാണെങ്കിൽ അതിന് ജെൻഡർ ഇനീക്വാലിറ്റി എന്ന് പറയും. ജെൻഡർ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വുമൻ ബേസ്ഡ് ഓൺ ദെയർ ജെൻഡർ. ഈ എന്നുള്ള ഒറ്റക്കണപ്പം ചില സമൂഹത്തിൽ നിന്നോ സൊസൈറ്റിയിൽ നിന്നോ സ്കൂളിൽ നിന്നോ എന്താണ് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് അതിനെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതിനെ ജെൻഡർ ഇനീക്വാലിറ്റി എന്ന് പറയും. പിയർ ഗ്രൂപ്പ് ആൻഡ് ജെൻഡർ ഇനീക്വാലിറ്റി. ജെൻഡർ ഇനീക്വാലിറ്റിയിലേക്ക് നയിക്കുന്ന ചില അതിനെ തെറ്റുന്ന ചില ഘടകങ്ങൾ, അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ചില ഗ്രൂപ്പുകൾ പിയർ ഗ്രൂപ്പാണ്. സമപ്രായക്കാരുമായിട്ടുള്ള ചിന്താഗതിക്കാരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്. അപ്പൊ ഈ പിയർ ഗ്രൂപ്പ് പറഞ്ഞാൽ സോഷ്യൽ സ്റ്റാറ്റസ്, ഒരേ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവർ, ഒരേ ഇൻട്രസ്റ്റ് ഉള്ളവർ, ഒരേ ഏജിലുള്ളവർ, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്. ആ ഇന്ററാക്ഷൻസ് വഴി ഗ്രൂപ്പ് ജെൻഡർ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു കൺസെപ്റ്റ്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആൻഡ് ജെൻഡർ ഇനീക്വാലിറ്റി. സ്കൂളിനെ സംബന്ധിക്കുന്ന ടീച്ചേഴ്സും ജെൻഡർ ഇനീക്വാലിറ്റി. ടീച്ചേഴ്സ് ചില റോളുകൾ അസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ജെൻഡർ ഇനീക്വാലിറ്റി കുറയ്ക്കാൻ നോക്കാം. അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ജെൻഡർ ട്രീറ്റ്മെന്റ്, ഈക്വൽ ട്രീറ്റ്മെന്റ് ആയി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ ട്രീറ്റ്മെന്റ് വരും. അവർക്ക് ആൺകുട്ടികൾക്ക് പറയാൻ പറ്റില്ല, പെൺകുട്ടികൾക്ക് പറയാൻ പറ്റില്ല, പെൺകുട്ടികൾക്ക് പറയാൻ ആൺകുട്ടികൾക്ക് പറയാൻ പറ്റില്ല, ആൺകുട്ടിയാണ് കൂടുതൽ പഠിക്കുന്നത്, പെൺകുട്ടി കുറച്ചാണ് പഠിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതുപോലെ അപ്രിസിയേഷൻ കൊടുക്കുന്ന സമയത്ത് ആൺകുട്ടികളെ കൂടുതൽ അഭിനയിക്കുക, പെൺകുട്ടികളെ കുറച്ച് അഭിനയിക്കുക, അല്ലെങ്കിൽ തിരിച്ചും എന്തായാലും ഇങ്ങനെയുള്ള ഒരു ഡിഫറൻസിയേഷൻ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഒഴിവാക്കിക്കൊണ്ട് ജെൻഡർ ഇനീക്വാലിറ്റി കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ ജെൻഡർ ഇനീക്വാലിറ്റി ഇൻ കരിക്കുലം. ജെൻഡർ ഇനീക്വാലിറ്റി ഇൻ കരിക്കുലം ഒരു പാഠ്യപദ്ധതിയും ജെൻഡർ ഇനീക്വാലിറ്റിയുടെ ബന്ധമുണ്ടാണ്. കരിക്കുലം എന്ന് പറയുന്ന സംഭവം എല്ലായ്പ്പോഴും ജെൻഡർ ഇനീക്വാലിറ്റി കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നു.
ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ വാല്യൂസ്. അപ്പൊ കരിക്കുലം മസ്റ്റ് ബി ജെൻഡർ സെൻസിറ്റീവ് ആൻഡ് ജെൻഡർ ഇൻക്ലൂസീവ്. ജെൻഡറിനെ പരിഗണിക്കാനില്ലാത്തൊരു കരിക്കുലം അർത്ഥമില്ലാത്ത കരിക്കുലമാണ്. അപ്പൊ ഏത് പോയിന്റ് ഓഫ് ആക്ഷൻസ് ഓഫ് കരിക്കുലം ഷുഡ് ലൈഫ് സ്കിൽസ്, എൻഹാൻസ് ലൈഫ് സ്കിൽസ് ആൻഡ് ഷുഡ് ബി ജെൻഡർ ഇൻസെൻസിറ്റീവ് ആൻഡ് ജെൻഡർ ഇൻക്ലൂസീവ്. ജെൻഡറിനെ ആൺകുട്ടിയെ പെൺകുട്ടിയെ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള, ആൺകുട്ടികൾക്ക് മാത്രമായിട്ടോ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടോ ഒരു ലൈഫ് സ്കിൽസ് ഇല്ല, രണ്ടു പേർക്കും ഉൾക്കൊള്ളുന്ന ഒരു ലൈഫ് സ്കിൽസ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കാണ് ജെൻഡർ ഇൻക്വാലിറ്റി. ഒരു ടെക്സ്റ്റ് ബുക്കിലും ഈ ജെൻഡർ ബയാസ് വെച്ചിട്ടുള്ള പാഠ്യം പ്രവർത്തനങ്ങൾ ഉണ്ടാകും. റോൾ റിവേഴ്സൽസ് നടത്തണം. അതായത് ആൺകുട്ടി ചെയ്യുന്ന കാര്യം പെൺകുട്ടിക്ക് ചെയ്യാം, പെൺകുട്ടി ചെയ്യുന്ന കാര്യം ആൺകുട്ടിക്ക് ചെയ്യാം, അങ്ങനെ തിരിച്ചു. അപ്പൊ അത്തരത്തിലുള്ള റോളുകൾ റിവേഴ്സ് ചെയ്യുന്ന രീതിയിലായി. അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് ലൈഫ് സ്റ്റോറി വുമൺ, പെൺകുട്ടി സ്ത്രീകളുടെ മഹത്തായ സംഭാവനകൾ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. വർക്കിംഗ് ടുവാർഡ്സ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ ക്ലാസ് റൂംസ്. ക്ലാസ് റൂമുകളിൽ എങ്ങനെ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാം? ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ മസ്റ്റ് ബി നോ ബൈനസ്ഡ് ആൻഡ് പ്രിവിലേജ്ഡ് ഫ്രീ. അത് മുൻവിധികളില്ലാതെ ടീച്ചർക്ക് സ്റ്റുഡന്റും തമ്മിൽ സംസാരിക്കാൻ സാധിക്കും. നിനക്ക് എത്രയേ പറ്റുള്ളൂ, നീ പെൺകുട്ടി ആർക്ക് എത്ര കഴിയുള്ളൂ, അങ്ങനെയുള്ള രീതിയിലുള്ളത് ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷപാതം ഉണ്ടായിരുന്നു, ബയാസഡായിരിക്കും. അതുപോലെ ജെൻഡർ ഫ്രീ ലാംഗ്വേജിൽ കൂടുതൽ ക്ലാസ്സുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പൊതുവായി പാഠിക്കുന്ന വിഷയം ക്ലാസ് എടുക്കുമ്പോൾ ആ ജെൻഡർ ന്യൂട്രൽ വേർഡുകൾ ഉപയോഗിക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലെസൺ പ്ലാനിങ് ആൻഡ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ക്ലാസ് റൂം മാനേജ്മെന്റ് പ്രധാനമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ കോപ്പറേറ്റീവ് ലേണിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ ചെയ്യുക. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടിട്ടുള്ള പരസ്പരം സഹകരിച്ചുകൊണ്ടിട്ടുള്ള പരസ്പരം ചർച്ച ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കണം. പ്രൊട്ടക്ട് ജോബ്സ്. ഒരു ജോബ് മാത്രം പെൺകുട്ടികളും കുറെ ജോബ് ആൺകുട്ടികൾക്കുമായിട്ട് മാത്രം വെക്കുക, അതായത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും ഒരു പ്രവർത്തനം കൊടുക്കുക, എല്ലാവർക്കും അവസരം കൊടുക്കുക. അതുപോലെ തന്നെ ഫീമെയിൽ റോൾ മോഡൽസിനെ കൂടുതലായിട്ട് പരിഗണിക്കുക. റോൾ മോഡൽ കൊടുക്കുന്ന മഹാന്മാരെ മാത്രമല്ല, മഹതികളെ പരിഗണിക്കുക. കൂടുതൽ നല്ല ക്ലാസ് റൂം അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക. അതുപോലെ തന്നെ കരിക്കുലം കണ്ടന്റിനകത്ത് വരുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ് ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ജനറലൈസേഷൻ ഒഴിവാക്കുക. സാമാന്യവൽക്കരണം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ആൺകുട്ടിയും പെൺകുട്ടികൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുവരണം. ലൈഫ് സ്കില്ലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കരിക്കുലം കണ്ടന്റുകൾ ഉൾപ്പെടുത്തുന്നത്. ഇത്തരം കാര്യങ്ങളിലൂടെ ജെൻഡർ ഇഷ്യൂസ് ഇൻ സ്കൂള് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുള്ള നമ്മൾ ഏകദേശം 6-7 ടോപ്പിക്ക് കണ്ടു. ഒരു ദിവസം കൊണ്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു പഠിച്ചു തീർക്കാൻ പറ്റിയ രീതിയിലാണ് ഈ വിഷയമുള്ളത്. താങ്ക് യു.